നീ മീൻപാല വരുന്നുണ്ടോ? ഉണ്ട്. എന്നാ പോയാലോ? പോവാ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ വീട്ടിൽ നിന്ന് എടുത്തു. വണ്ടിയിൽ പെട്രോളൊക്കെ അടിക്കാനൊക്കെ കയറ്റി പെട്രോളൊക്കെ അടിച്ചു. പിന്നെ ഞങ്ങളങ്ങനെ മീൻവല്ലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എടുത്തു. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് മേടിക്കുക. അടിപൊളി ഫുഡാണ്. പിന്നെ ഫുഡൊക്കെ മേടിച്ചു. വരുന്നത് എൻ്റെ ബ്രദറാണ്, എൻ്റെ ഇക്ക. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഞങ്ങൾക്ക് കിട്ടി. ഇക്ക ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കും ഉമ്മാക്കും സിപ്പപ്പാണ്. അപ്പോൾ അതൊക്കെ കുടിച്ച് പിന്നെ പോളമിഠായിയൊക്കെ തിന്ന് അങ്ങനെ പോവാൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇത് വേറൊരു വഴിയാണ്, ശരിക്കും മീൻവല്ലത്തേക്ക് പോണത് വേറൊരു വഴി കൂടെയാണ്. അപ്പോൾ മീൻവല്ലത്തേക്ക് ഇത് ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ റോഡൊക്കെ ഭയങ്കര മോശമാണ് ഈ ഒരു ഭാഗത്തേക്ക്. വേറെയുള്ള ഭാഗത്തൊക്കെ ഇതിനെക്കാട്ടി ഭയങ്കര മോശമായിരുന്നു. പക്ഷേ ആ ഭാഗമൊക്കെ റോഡൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളത് അറിഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ റോഡ് പണിയാണ് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഈ വഴിക്ക് തന്നെയാണ് വരൽ. അപ്പോൾ ഞങ്ങളുടെ മീൻവല്ലം സ്പോട്ട് എത്തി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവിടെയും നല്ല തിരക്കാണ്. അപ്പോൾ വെള്ളമൊന്നുമില്ല ഇവിടെ, ഇതിനെക്കാട്ടിയും വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇറങ്ങുന്നത് കുറച്ച് കഷ്ടപ്പാടാണ്. ഇങ്ങനെ ഒരു കുന്നിൻ്റെ താഴത്തു കൂടെ നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയും കണ്ടൊക്കെ ഇറങ്ങി. അല്ലെങ്കിൽ വീണത് ആ പാറൻ്റെ അവിടെ ഇരിക്കും പോയി വീണ് കിടക്കുക. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ മെല്ലെ ഇറങ്ങി വന്നു. ഇവിടെ ഈ പാറൻ്റെ അവിടെയൊക്കെ വെള്ളം കയറുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും നീന്താൻ അറിയില്ല. എനിക്കും ഇക്കാക്കും ഉമ്മാക്കും ഒന്നും നീന്താൻ അറിയില്ല. പക്ഷെ ഞങ്ങൾ അതിൻ്റെ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ടാണ് ഇറങ്ങുള്ളൂ. ഇവിടെ വന്ന് ശീലമായതുകൊണ്ട് ആ പാറയാണ് ഞങ്ങളുടെ അളവ്. ആ പാറൻ്റെ മേലേക്ക് വെള്ളം വന്നാണ് ഞങ്ങൾ ഇറങ്ങില്ല. ആ പാറൻ്റെ താഴത്തേക്ക് വെള്ളം നിന്നാലാണ് ഞങ്ങൾ കണ്ട് ശീലമായതുകൊണ്ട് ഞങ്ങൾക്കൊരു സേഫ്റ്റിക്ക് അനുസരിച്ച് ഇറങ്ങുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് പെരി അൽഫാമൊക്കെയാണ് മേടിച്ചത്. അപ്പം അതൊക്കെ ഒരു ഷോ ഓഫിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചെന്ന് മാത്രം. അപ്പം അതൊക്കെ മെല്ലെ കഴിച്ച് അങ്ങോട്ട് വെള്ളത്തിലൊക്കെ അങ്ങോട്ട് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ എൻ്റെ ഇക്ക ഓൾറെഡി വെള്ളത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി എൻ്റെ ഊഴമാണ്. അപ്പോൾ ഇക്കാൻ്റെ ഫസ്റ്റത്തെ ഒരു ചെറിയൊരു വീഡിയോ എൻ്റെ എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഞാനാണ് ഇറങ്ങാൻ പോണത്. ഞങ്ങൾ ആ ഒരു അളവിൽ എപ്പോഴും വെള്ളത്തിൽ കളിക്കുകയുള്ളൂ. അതിൻ്റെ മേലേക്ക് വന്നാലൊന്നും ഞങ്ങൾ ഇവിടേക്ക് ഇറങ്ങുക പോലും ചെയ്യില്ല. ഇവിടെ കാണും, തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവും. അപ്പോൾ ഞാൻ കുറച്ച് ഷോ ഒക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മെല്ലെ ഇറങ്ങി. അപ്പോൾ ഞങ്ങളിവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഫാമിലീസൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ ഞങ്ങൾ അതിനെയൊക്കെ ഇങ്ങോട്ടാണ് കൊണ്ടുവരിക. അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ എല്ലാവരും കളിച്ച് ചിരിച്ച് നല്ല രസമാണ്. എന്താണ് ഞാനിപ്പോൾ അവിടെ ആ മണ്ണിൽ ഇരിക്കുകയാണ്, അത്ര വെള്ളമുള്ളൂ. അപ്പോൾ ആ ഒരു ഇതൊക്കെ നോക്കിയിട്ടാണ് ഇറങ്ങുള്ളൂ. ഞങ്ങൾ ഇവിടേക്ക് രാവിലെ ഒരു 11 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടുന്ന് പോണത് ഒരു 4 മണി 4:30 കഴിഞ്ഞിട്ട് പോകും. 5 മണി 5:30 സമയത്തൊക്കെ ഇവിടെ ആനയൊക്കെ കാട്ടാനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ വെറുതെ എന്തിനാണ് നമ്മൾ